ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി 2 മീറ്റർ മെയിൻ ക്ലോത്തും 1.5 മീറ്റർ ലൈനിങ് ക്ലോത്തും ആണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മെയിൻ ക്ലോത്ത് ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തു. പിന്നെ ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ കൂടെ വെച്ചിട്ട് ലൈനിങ്ങും കട്ട് ചെയ്തു. ഫ്രോക്കിനായിട്ടുള്ള കട്ടിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ബോഡി പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ബോഡി പോർഷനിലായിട്ട് സ്ലീവ്സ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പോർഷൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് ബോട്ടം പോർഷൻ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. മെയിൻ ക്ലോത്തിൽ കുറച്ച് ഫ്രിൽസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യാം. കുറച്ച് ഫ്രിൽസ് കൂടെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാം. മെയിൻ തുണിയിൽ നിന്നും 1 ഇഞ്ച് വീതിയിലുള്ള നീളത്തിലുള്ള കുറച്ച് പീസസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്തും കുറച്ച് ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രോക്കിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് സിപ്പിൻ്റെ അടുത്ത് ഒരു ബോ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലെ മെയിൻ തുണി വെച്ചിട്ട് ഒരു ഫ്ലവർ കൂടെ ഉണ്ടാക്കി ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മിഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി ഗേൾ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫുൾ വ്യൂ കാണാം.